24 എക്സ്ക്ലൂസീവ്. മലപ്പുറം പൊന്നാനി സർക്കാർ ആശുപത്രിയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലിരിക്കെ രക്തം ഛർദ്ദിച്ച രോഗിക്ക് അടിയന്തര ചികിത്സ നൽകിയില്ലെന്ന് പരാതി. എടപ്പാൾ പാടത്തങ്ങാടി സ്വദേശിനി ഷഹലയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. 27-ാണ് എന്നെ പാമ്പ് കടിച്ചത്. അപ്പോൾ മലങ്കര ഹോസ്പിറ്റലിൽ 2 ദിവസം ICUലൊക്കെ ആയിരുന്നു. പിന്നെ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പിന്നെ ചെറിയതായിട്ട് ബ്ലഡ് വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് വലിയ കാര്യമാക്കിയില്ല. ഡോക്ടർ കാണിച്ചപ്പോൾ അത് മാറിക്കോളെന്ന് പറഞ്ഞു. പക്ഷേ മിഞ്ഞാന്ന് ഉച്ചയോടെ എനിക്ക് നന്നായിട്ട് ബ്ലഡ് വൊമിറ്റിംഗ് തുടങ്ങി. അപ്പോൾ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ഇന്നലെ പോയി. ഇവിടെ എടപ്പാൾ അംസക്കച്ചേരി ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി. പക്ഷേ അവിടെ പോയപ്പോൾ ഡോക്ടറിനെ അവിടുന്ന് പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിലത്തെ ഫിസിഷ്യനെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഫിസിഷ്യൻ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാഷ്വാലിറ്റി പോയിട്ട് വേദനയ്ക്ക് ഒരു പെയിൻ കില്ലറും അതേപോലെ തന്നെ ബ്ലഡ് താൽക്കാലികമായിട്ട് നിൽക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ എന്തായാലും പോയി ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ പോയത്. ഞാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒപ്പ് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയപ്പം ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫിസിഷ്യനെ തന്നെ കാണണം, മറ്റന്നാൾ വന്നാൽ മതി. അപ്പം അത് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടറേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞു. അത്ര അപമര്യാദയായിട്ടുള്ള രീതിയിൽ നല്ല റോങ് ആയിട്ടാണ് ഡോക്ടറിനോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് അത്രയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ്, ഞായറാഴ്ച അല്ലേ നാളെ, എങ്ങനെയും ഒന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഞായറാഴ്ച അതെൻ്റെ കുറ്റമല്ല, ഇറങ്ങിപ്പോ നല്ല ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫിസിഷ്യൻ ഇല്ലാത്തത് കൊണ്ടാണ് ചികിത്സ നൽകാതിരുന്നത് എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? നിഖിൽ, കഴിഞ്ഞ 28-നാണ് ഈ രോഗി ചികിത്സ തേടി പൊന്നാനിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തുന്നത്. അവിടെ ഫിസിഷ്യന്റെ സാന്നിധ്യം ലഭ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നാണ് അവർക്ക് പാമ്പ് കടിയേൽക്കുന്നത്. ഇന്നലെ ഈ കുട്ടി നിരന്തരം രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് അവിടെ എത്തി ചികിത്സ തേടിയപ്പോഴാണ് ഫിസിഷ്യന്റെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ചികിത്സ നൽകാതിരുന്നത്. തന്റെ അവസ്ഥ വളരെ മോശമാണെന്ന്, ഒരു പെയിൻ കില്ലർ എങ്കിലും നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത് നൽകാൻ തയ്യാറായില്ല. പിന്നീട് പൊന്നാനി പോലീസിൽ അഭയം തേടുകയും അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് പെയിൻ കില്ലറും അതോടൊപ്പം തന്നെ ഇഞ്ചക്ഷനും നൽകാൻ തയ്യാറായത്. ആദ്യഘട്ടത്തിൽ അവിടെ പോയപ്പോൾ ഈ രോഗിയോട് വളരെ മോശമായി അവിടെ നിന്ന് സംസാരിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതിയിൽ പറയുന്നത്. നിലവിൽ പൊന്നാനി പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. കരിമുറുക്കന്റെ കടിയേറ്റ ഷഹല ഇതിനുശേഷം നിരന്തരം അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ മതിയായിട്ടുള്ള ചികിത്സ തേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുന്നത്. എന്തായാലും ഈ പൊന്നാനി താലൂക്ക് ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തിനെതിരെ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകാനാണ് 23-കാരിയുടെ തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.